ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഐശ്വര്യ ഇപ്പോ അർജുന്റെ ഭാര്യ. നിന്റെ വാശിയും ദേഷ്യവും കാരണം അത് അങ്ങനെ അല്ലാതാവില്ല. ഇവിടെയും വിളിച്ച് അകത്തേക്ക് പോ. ചേച്ചി എന്നുള്ള ആ പഴയ വിളി അറിയാതെ പോലും നിന്റെ നാവിൽ നിന്നും വരരുത്. മാഡം, അങ്ങനെ വേണം ഇനി മുതൽ നീ വിളിച്ചു ശീലിക്കാൻ. ഇവിടുന്ന് മറ്റെങ്ങോട്ടെങ്കിലും പോവാന്ന് കരുതിയ അത് ചന്ദ്രാമ്മയും മഹിയും ഒന്നും സമ്മതിക്കുന്നുമില്ല. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല അച്ഛാ. തൽക്കാലം എങ്ങോട്ട് മാറുന്നതിനെ പറ്റി മോൾ ആലോചിക്കണ്ട. തുമ്പിയും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവും വേണ്ടെന്ന് അവള് പറഞ്ഞെങ്കിൽ പിന്നെ ഒരു ബന്ധവും നിങ്ങൾക്ക് അങ്ങോട്ടും വേണ്ട. ആ അത്യാർത്ഥിക്കാർക്ക് വരേണ്ടത് വരട്ടെ എന്ന് നിങ്ങളും ചിന്തിച്ചാൽ മതി. ദേ, അവളുടെ ഒരു കാര്യത്തിലും ഇടപെടാൻ പോണ്ടെന്ന് അച്ഛൻ മുമ്പ് നിന്നോട് പറഞ്ഞതല്ലേ? അങ്ങനെ തന്നെ ഇനിയും ജീവിച്ചാൽ മതി. ആ, ഒരു കണക്കിന് അത് തന്നെയാ നല്ലതും. അവള് വരുത്തി വെക്കുന്നതിനൊക്കെ നിങ്ങൾ ഉത്തരം പറയണ്ടല്ലോ. ആ, സ്വന്തവും ബന്ധവും എല്ലാം കളഞ്ഞ് അനാഥയായി ജീവിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടമെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ, പിന്നെ മോളെ, ഞാൻ നാട്ടിൽ വിളിച്ചിരുന്നു. മണിമാല തിരികെ അമ്പലത്തിലേക്ക് വെക്കാൻ കഴിയുമെന്നാ തോന്നുന്നേ. എല്ലാം ഉറപ്പായ ഞാൻ മോളെ വിളിച്ചു പറയാം. ശരി അച്ഛാ. ആ, എന്താണൊരു ഫോൺ വിളി? ഞാൻ വിളിക്കാം. ആ, എന്നാ ശരി മോളെ. എന്താണ് ഈ അർദ്ധരാത്രി ഒരു ഫോൺ വിളിയൊക്കെ? ഒളിച്ചോടാനുള്ള പ്ലാനാണോ? തനിക്ക് ഉറക്കവും ഇല്ലേ? അതെങ്ങനെ ഉറങ്ങും? ഞാൻ ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോ തനിക്ക് ഒളിച്ചോടാൻ തോന്നിയാലോ? താൻ കൂടുതലൊന്നും പറയണ്ട. ഞങ്ങൾ എങ്ങും പോണില്ല. ആ, അത് നന്നായി. അപ്പോ എന്റെ പ്രാർത്ഥന കേട്ടു. തന്റെ എല്ലാ പ്രാർത്ഥനകളും ഈശ്വരൻ കേൾക്കുന്നുണ്ടല്ലോ. അല്ല, ഞങ്ങള് പോവാതിരിക്കാൻ താൻ എന്തിനാ പ്രാർത്ഥിക്കുന്നേ? അതൊക്കെ വഴിയെ പറഞ്ഞു മനസ്സിലാക്കി തരാം. എന്നാ മോൻ പോയി കിടന്ന് ഉറങ്ങ്. ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളൊന്നും കാണാതിരുന്നാ മതി. സ്വപ്നം കാണാൻ ഉറങ്ങേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. വിവാഹത്തെ പറ്റിയൊക്കെ ഞാനും സ്വപ്നം കണ്ടു തുടങ്ങി. ആഹാ, കൊള്ളാലോ. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. സ്വപ്നത്തിലും പ്രശ്നോ? അതെന്ത് പ്രശ്നം? വിവാഹം കഴിക്കാനൊരു പെണ്ണില്ല. അത്രേ ഉള്ളോ? അത് വല്ല മാട്രിമോണിയിലും കൊടുത്താ പോരെ? ഹേ, അതൊന്നും ശരിയാവില്ല. അങ്ങനെ പരിചയമില്ലാത്തൊരു പെൺകുട്ടിയൊന്നും എനിക്ക് വേണ്ട. സ്നേഹിച്ച് പരസ്പരം മനസ്സിലാക്കി അങ്ങനെ 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 അങ്ങനെയാണെങ്കിലേ ഒരാളെ അങ്ങ് പ്രേമിക്കണം. അതെ, പ്രേമിക്കണം. തന്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ എനിക്ക് പറ്റുന്നേ? ഒരാളുണ്ട്. ആരാ? പറയട്ടെ? ചുമ്മാ പറയുന്നേ. അല്ലെങ്കിൽ വേണ്ട. വേണം, പറ. പറയട്ടെ? ഒടുവിലും താൻ എന്നോട് പിണങ്ങോ? ഒരിക്കലുമില്ല. സത്യം? സത്യം. അത് ഈ വീട്ടിലെ റോബോട്ട്. അതാ ഞാൻ നോക്കിയിട്ട് തനിക്ക് പറ്റുന്നേ.